മുതുകാടിന്റെ കള്ളക്കളികൾ ഓരോന്നായിട്ട് ചീട്ട് കൊട്ടാരം പൊടിയുന്ന മാതിരി പൊടിഞ്ഞിട്ടിരിക്കണേണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷിഹാബ് വന്നിട്ട് മുതുകാടിനെതിരെ കുറെ ആരോപണങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഷിഹാബിനെതിരെ കുറെ ആരോപണങ്ങളായിട്ട് മുതുകാട് കുറച്ച് അമ്മമാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ട് വന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതായത് ഷിഹാബ് പോയത് അങ്ങനെയാണ്, അപ്പൊ ഷിഹാബ് അതൊന്നും കാണാണ്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോന്റെ ഈ അമ്മമാര് സംസാരിക്കുന്നതിന്റെ വീഡിയോന്റെ തന്നെ ഒരു ഫുൾ ആയിട്ടുള്ള വെർഷൻ ഇപ്പോഴാണ് പുറത്തു വന്നത്. അപ്പൊ ആ ഒരു വെർഷൻ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് ഈ അമ്മമാർക്ക് പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കണേണ്. അതായത് ഇങ്ങനെ പറ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കണേണ്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടൊരു വീഡിയോ ഉണ്ട്, അതായത് മുതുകാട് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇട്ട വീഡിയോന്റെ അടിയിൽ വന്നൊരു കമന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു കമന്റ് ഒന്ന് വായിക്കണമെങ്കിൽ പ്രതികരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാനും നിങ്ങളും ഈ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു പുള്ളിക്കാരന് ചോദ്യം ചോദിക്കണേണ്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കണേണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ മുതുകാടിനെ പോലുള്ളവരും അതേപോലെ ഈ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇത്തിരി മനസാക്ഷി ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അവരാരും, അതായത് ഞാൻ നിങ്ങൾ അടങ്ങുന്ന ആൾക്കാരൊന്നും അത് BGM ഇട്ട് വന്ന് ഇങ്ങനെ നാട്ടുകാരെ കാണിക്കുള്ളത് ഞങ്ങൾ ഇത്രത്തോളം കാരുണ്യവാന്മാരായ ആൾക്കാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ കാണിക്കുന്നില്ലേ ഈ മുതുകാടിനെ പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആൾക്കാർ കാണുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നവന്റെ മനസ്സ് മടിപ്പിക്കുന്ന രീതിയിൽ കുറ്റം കണ്ടുപിടിച്ച് ആക്ഷേപിക്കരുത്. അപ്പൊ ഈ ഒരു ആക്ഷേപിക്കരുത് എന്നൊക്കെ പറയണ്ടല്ലേ, ഇപ്പൊ ഈ മുതുകാടിനോട് ആരും ഇതൊക്കെ നിർത്തി പോകണം അല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിയെ നിർത്തി പോകുന്നൊന്നും അല്ല പറയണത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ തെറ്റിയിട്ട് ന്യായീകരിച്ചിരിക്കുന്നതാണ് പ്രശ്നം. അപ്പൊ ഇനി നമ്മൾ ഈ അമ്മമാരുടെ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ. ശ്രദ്ധിച്ച് കേട്ടാൽ ആ ബാക്ക് ഇത് പറഞ്ഞു കൊടുക്കണ ആ ഒരു സാധനം കേൾക്കും. മാത്രമല്ല സാർ അങ്ങനെ ചെയ്യണത്, മക്കളെ ഇപ്പൊ കണ്ടാലും സാർ ഓടിയോ കെട്ടിപ്പിടിച്ച് സാർ മുറി കയറേ ഉള്ളൂ. കുട്ടികൾ ഓടി സാറിന് അടുത്ത് ചെന്നാലും ഒരിക്കലും സാർ അവരെ തട്ടി മാറ്റിയിട്ടില്ല. അപ്പൊ ഈ ഒരു സീൻ കണ്ട, അപ്പൊ ഈ ഒരു ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കണ്ട. അതായത് ഇവര് പറയുന്ന പറഞ്ഞാൽ ഈ മുതുകാടിന് മറ്റേ വേറൊരു ഫേസ് ഇല്ല, അതായത് ആൾക്കൂടെ ഒരു ഫേസ് ഉള്ളൂ. അപ്പൊ ഈ കുട്ടികളെ ഒരിക്കലും തട്ടി മാറ്റാറില്ല, എപ്പോഴും കെട്ടിപ്പിടിക്കാറുണ്ടെന്നൊക്കെ ഉള്ള രീതിക്കാണ് ഇവര് പറഞ്ഞത്. അപ്പൊ പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കണേണ്, അതായത് കുട്ടികളാണ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണേണ്. അപ്പൊ അവര് നേരെ തിരുത്തി പറയണേണ്, അതായത് കുട്ടികൾ വരുമ്പോഴാണെങ്കിലും തട്ടി മാറ്റാറില്ല മുതുകാട് എന്നൊക്കെ ഉള്ള രീതിക്ക് പറയണേണ്. അപ്പൊ എത്രത്തോളം ചീപ്പാണെന്ന് ആലോചിക്കണേ ഇവരുടെ ആ ഒരു മുതുകാട് എന്ന് പറഞ്ഞ അവരെ ന്യായീകരിക്കാൻ വേണ്ടി കാട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഈ അമ്മമാരെ വെച്ചിട്ട് ഇവർ എന്തുട്ടി കിടന്ന് കാണിക്കണം. ഇനി നോക്കിട്ട് ഇതിന് തന്നെ ബാക്കിയുണ്ടോ? സാർ പുറത്ത് ശിവൻ ആദ്യമായിട്ട് സാർ പുറത്തു കൊണ്ടുപോയി മനസാക്ഷി ഉണ്ടായി അത് ചോദിക്കുമായിരുന്നു. വെളിയിൽ സാർ ആദ്യമായിട്ടാണ് ഷിഹാബിനെ കൊണ്ടുപോയി. ഷിഹാബിനെ ആദ്യമായിട്ട് വെളിയിൽ കൊണ്ടുപോയി. അപ്പൊ തന്നെ അവിടെ പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കണേ, മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അത് പറയുമായിരുന്നാന്ന്. എന്റെ പൊന്നോ, നിങ്ങൾ ഈ അമ്മമാരെ ഉപയോഗിച്ചിട്ട് ഇത് കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. അതായത് മുതുകാട് എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും വലിയ വിഷയമൊന്നും വന്നില്ല. പക്ഷെ ഈ ഒരു ഫേസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ അമ്മമാരുടെയാണ്. അപ്പൊ ഈ അമ്മമാരെ ഫേസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്തിനാണ് അവരെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ആ കുട്ടികളെ ഉപയോഗിച്ച് നിങ്ങളിങ്ങനെ ഭയങ്കര പേരുണ്ടാക്കി നിങ്ങൾ ഭയങ്കര കാരുണ്യവാനാണ് ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ മുമ്പിലേക്ക് എത്തണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ അമ്മമാരെ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഒരുമാതിരി ചീപ്പ് പരിപാടി, ഈ നാറിയ പരിപാടി നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? ഇനി ഇത് മാത്രമല്ല എനിക്കത് മെയിൻ വിഷയമായിട്ട് തോന്നിയത്, അതായത് ഈ ഒരു ഷിഹാബിനെ എന്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടത് എന്നുള്ള ഒരു റീസൺ ചോദിക്കേണ്ടത് ഈ അമ്മമാരുടെ അടുത്ത്. അപ്പൊ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഷിഹാബ് പോവാനായിട്ടുള്ള കാരണം? ഇപ്പം ചേച്ചി പറഞ്ഞതാണ് അനിയന്റെ പ്രശ്നമാണ്. ഇവിടെ സ്റ്റേജിലുള്ളൊരു പെൺകുട്ടിയായിട്ടൊരു കമ്പനി അനിയനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സാർ ബാബ ചോദിച്ചു സാറിന് ജോലി കൊടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ അവനെ ഇവിടെ സ്റ്റേജിൽ ജോലി കൊടുത്തായിരുന്നു. മാസം സാലറിയോടെ തന്നെ അവനും ജോലി ചെയ്തത്. പക്ഷെ ഇവിടെ ഒരു സ്റ്റേജിൽ പെൺകുട്ടിയായിട്ട് ഒരു കമ്പനി ആയിരുന്നു. അത് ഒരു റൂമിൽ കൊണ്ടുപോയത് ജിൻസാർ കണ്ടു. അങ്ങനെ ഭയങ്കര ജിൻസാറായിട്ട് പ്രശ്നമായി. ആ ഒരു പ്രശ്നത്തിലാണ് കൂടുതൽ ദേഷ്യം സാറിന്റെ കാണിക്കാൻ തുടങ്ങിയത്. ജിൻസാർ ആരാണ്? മാനേജറായിരുന്നു. അപ്പൊ അങ്ങനെയാണ് സാറിന്റെ ദേഷ്യം. ഈ ദേഷ്യം അപ്പോഴേ പറഞ്ഞു ഇതിന് പിരിച്ചുവിട്ടാ അതിനുള്ള ഇത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം നാറിയൊരു കളിയാണ് ഈ ഒരു കളിച്ചിട്ടിരിക്കണേന്ന് എനിക്ക് മനസ്സിലാവുള്ള കേട്ടോ സത്യം പറഞ്ഞാൽ. ഈ ഒരു മുതുകാടിന് ഇപ്പൊ ഷിഹാബ് മുതുകാടിനെതിരെ പറഞ്ഞ് എന്നും പറഞ്ഞിട്ട് പുള്ളിയുടെ അനിയനെതിരെ ഇല്ലാത്തൊരു അലിഗേഷൻ, അതായത് ഈ ഒരു പെണ്ണ് കേസ് പോലത്തെ ഒരു സംഭവം അലിഗേറ്റ് ചെയ്യണത്, അതും ഈ അമ്മമാരെ കൊണ്ട്. നിങ്ങൾ ഈ ഒരു കാണിക്കുന്ന ഈ ഒരു ചീപ്പ് കളി ഉണ്ടല്ലോ, നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കളിക്കുന്ന ഈ ഒരു ചീപ്പ് കളി, ഇവിടെ പട്ടി ഉറയ്ക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പൊ ഈ ഒരു ചീപ്പ് കളി എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് നിങ്ങൾ എന്തിനാണ്
എന്തിനാണ് ഇങ്ങനെ നടന്നത്? എന്ത് ന്യായീകരിക്കാനാണ്? നിങ്ങളിപ്പോ ഈ അമ്മമാരുടെ അടുത്ത് ഈ പറഞ്ഞു കൊടുപ്പിച്ച് പറയിപ്പിക്കുന്നതും എല്ലാവർക്കും മനസ്സിലാവേണ്ടത്. കാണുന്നവരൊന്നും മണ്ടന്മാരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കളി മൊത്തം നിർത്താം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത്രത്തോളം ചീപ്പാവരുത് കേട്ടോ. ഒരു ഇത്തിരിയെങ്കിലും ക്വാളിറ്റി കാണിക്കാം. എനിക്ക് പണ്ടൊക്കെ ഇത്തിരി റെസ്പെക്ട് ഉണ്ടായ ഒരാളല്ലേ നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രത്തോളം ചീപ്പ് കളികളൊന്നും പ്രതീക്ഷിക്കല്ല. പിന്നെ ഈ ഒരു ഇപ്പൊ ഇത്രയും വലിയൊരു അലിഗേഷൻ ഇവര് ഈ മുതുകാടിന്റെ അനിയനെതിരെ പറഞ്ഞു. അതായത് ഇപ്പൊ പെണ്ണ് കേസാണ്, അതുകൊണ്ടാണ് അവനെ പറഞ്ഞു വിട്ടത് എന്നൊക്കെ ഇവര് പറഞ്ഞു. എന്നാൽ ഈ മുതുകാടിന്റെ ഈ ടീം തന്നെ, മാജിക് പ്ലാനറ്റ് ആ ടീം തന്നെ ഇപ്പൊ നമ്മുടെ ഷിഹാബിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട സമയത്ത്, പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് ഇവര് പറയുന്നത്, പക്ഷെ ഷിഹാബ് അവിടെ നിന്ന് തന്നെ പോയതാണെന്നാണ് ഷിഹാബ് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇവര് എന്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടത് എന്നുള്ള രീതിക്ക് ഒരു നോട്ടീസ് ഉണ്ട്. അപ്പൊ ആ ഒരു നോട്ടീസിനകത്ത് എങ്ങും ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അതായത് ഇപ്പൊ ഈ അമ്മമാര് പറഞ്ഞ ഈ ഒരു സംഭവം, അതായത് ഈ പെണ്ണ് കേസിന്റെ കാരണം കൊണ്ടാണ് പറഞ്ഞു വിട്ടത് എന്നുള്ളൊരു കാര്യം പറയുന്നില്ല. അപ്പൊ എന്ത് ഇല്ലാത്ത അലിഗേഷൻ നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ പറഞ്ഞുണ്ടാക്കണത്? അതായത് ഇപ്പൊ നിങ്ങൾക്കെതിരെ ഒരാൾ തിരിയണമെങ്കിൽ അപ്പൊ തന്നെ അയാളോട് ഒരുമാതിരി ഈ വൈരാഗ്യ മെന്റാലിറ്റി ഒക്കെ നിങ്ങൾക്ക് എന്തിനാണ്? എനിക്ക് മനസ്സിലാവുള്ള. നമുക്ക് ഇനി ഈ ഷിഹാബ് അവിടെ നിന്ന് പോയ സമയത്ത് ഷിഹാബിന്റെ അടുത്ത് ഇങ്ങനെ എന്തുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിടുന്നത് എന്നുള്ള രീതിക്ക് ഷിഹാബിന് കൊടുത്തൊരു ഓഡിയോ ഉണ്ട്. അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. ഡിഫറന്റ് ആർട്ട് സെന്ററിൽ എല്ലാവർക്കും ചെയ്യാമല്ലോ, ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എല്ലാവർക്കും പറ്റുമല്ലോ. അതെ അതെ അതെ. എംപവറാകുമ്പോൾ മെന്റലി ചാർജിലല്ലേ പറ്റും. നിങ്ങളുടെ കാര്യം മറ്റേ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മിനിസ്റ്ററുമായിട്ട് സാറ് സംസാരിച്ചിരുന്നു. നിങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. ഒരു വർഷം കഴിയല്ലേ, ശരി 31 വരെ നവംബർ 1 തൊട്ട് ഒഴിവാക്കാൻ. എന്താണ് നവംബർ 1 തൊട്ട് ഒഴിവാക്കാൻ പറഞ്ഞിരുന്നത് അവര് പറഞ്ഞല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നവംബർ 1 തൊട്ട് ഷിഹാബ് ചെയ്യണ്ട. ഡിഫറന്റ് ആർട്ട് സെന്റർ തുടങ്ങുമ്പോഴത്തേക്ക് ആലോചിക്കാം. മനസ്സിലായത് എന്താണ്? ഡിഫറന്റ് ആർട്ട് സെന്റർ തുടങ്ങുമ്പോഴാണെങ്കിൽ ആലോചിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, 31 തൊട്ട് അവസാനിപ്പിക്കുക. അത്രയൊന്നും പറഞ്ഞിട്ട് ഇന്ന് തൊട്ട് അവസാനിപ്പിക്കാനാണോ പറയുന്നത്? എംപവർ സെന്ററിൽ അത് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. ആണോ? ശരി ശരി. ഓക്കെ ഓക്കെ. ഓക്കെ, കേട്ടല്ല. അപ്പൊ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതായത് അപ്പുറത്തുള്ള ഇതിന്റെ ഡയറക്ടർ എന്തോ ആണ്. അപ്പൊ ആ പുള്ളിക്കാരൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അതായത് എംപവറിൽ നിന്നാണ് നിങ്ങളെ പറഞ്ഞു വിടുന്നത്, അല്ലാണ്ട് ഇപ്പൊ ഇവര് തന്നെ വേറൊരു സംഭവം തുടങ്ങുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നിങ്ങളെ പണിക്ക് വിളിക്കാം എന്നുള്ള രീതിക്കാണ് ഷിഹാബിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ അനിയൻ ഇങ്ങനെ ഒരു പെണ്ണ് കേസിൽ പെട്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നു എന്നുള്ള ഒരു ഇതിനകത്തല്ല പുള്ളിക്കാരനെ പറഞ്ഞു വിടുന്നത്. അതേപോലെ ഈ ഒരു പെണ്ണ് കേസിന്റെ ഈ ഒരു വിഷയം വേറെ എങ്ങുമേ, അതായത് ഇവർ ഈ പറഞ്ഞു വിടുന്ന സമയത്ത് വേറെ എങ്ങുമേ പറഞ്ഞിട്ടില്ല ഈ ഒരു വിഷയം. ഇപ്പൊ ഈ അമ്മമാര് വന്നിരുന്നിട്ട് ഈ മുതുകാടിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുമ്പോൾ മാത്രമാണ് ഈ ഒരു വിഷയം പറയണത്, അതും പുറകിന്ന് പറഞ്ഞു കൊടുത്തിട്ട്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു വിഷയത്തിനെ പറ്റി, അതായത് ഈ ഒരു വിഷയത്തിനെ പറ്റി തന്നെ ഈ നമ്മുടെ ഷിഹാബിന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് അത്. അതായത് ഞാൻ എന്തുകൊണ്ട് പ്ലാനറ്റിൽ നിന്ന് പോന്നു എന്നതിൻ്റെ തെളിവാണത്. കാരണം അക്കാഡമിക് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, എംപവർ എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികൾ, അതായത് ശാരീരിക പരിമിതികളുള്ളവരല്ല, MR ആയിട്ടുള്ള കുട്ടികൾ മാത്രം പെർഫോം ചെയ്യുന്നൊരു വേദിയാണ്. അവിടെ ഷിഹാബ് വേണ്ട, ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ വരുന്ന സമയത്ത് വേണമെങ്കിൽ നോക്കാം എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ കുറേ മുമ്പിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും പോകാന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പ്രൊഫഷൻ, അതായത് മാജിക് ഒഴിവാക്കിയിട്ട് മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമല്ലോ, അപ്പോൾ ഞാൻ അതിലൊന്ന് ഫോക്കസ് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടുന്ന് പോയി എന്നുള്ള ആളുകളോട് പറയുമെന്ന് പേടിച്ചിട്ട് അവർ പറഞ്ഞു വിട്ടു നാക്കാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 31 രാത്രി, അതായത് 2018 ഒക്ടോബർ 31 രാത്രി ചന്ദ്രസാനൻ മിതിർമല എന്ന് പറയുന്ന സ്ഥാപനത്തിന് അക്കാഡമിക് ഡയറക്ടർ അയച്ച വോയിസിലെ കോളാണിത്. കോൾ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോയത് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ അവർ പറയുന്നത്, ഞാൻ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഭയങ്കര കള്ളമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മുതുകാട് സാറോടാണ്, സാർ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, ഒരു ഞാൻ പറയില്ലേ, നമ്മൾ പറയും ഈ ആണത്വം എന്നൊക്കെ പറയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടൊന്ന് പറയാൻ ധൈര്യം കാണിക്കാതെ ഈ അമ്മമാരെ കൊണ്ട് കള്ളം പറയിപ്പിച്ചിട്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? ഞാൻ ഇതൊക്കെ പിന്നീട് എനിക്ക് എതിരായിട്ട് വരും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതായത് എന്നെ പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞവർ യഥാർത്ഥത്തിൽ എന്താണ് അന്ന് രാത്രി പറഞ്ഞതെന്നുള്ളതിൻ്റെ കോഡ് റെക്കോർഡാണത്. അത് അക്കാഡമിക് ഡയറക്ടറാണ്, വേറെ ആരുമല്ല. ചന്ദ്രസേൻ എന്ന് പറയുന്ന സാർ അയച്ച കോഡ് റെക്കോർഡാണത്. ഓക്കെ, അപ്പൊ ഈ അമ്മമാരെ വെച്ചിട്ട് ഈ ഷിഹാബ് പറഞ്ഞൊരു കേസ് തന്നെ എനിക്കും പറയാനുള്ളൂ. ഈ അമ്മമാരെ വെച്ചിട്ടുള്ള ഇങ്ങനെ ഈ ഒരു കളി ഉണ്ടല്ലോ, അതൊക്കെ എന്ത് വൃത്തികെട്ട കളികളാണ് ഇങ്ങനെ കളിച്ചിട്ടിരിക്കണത്. അതായത് ഒരാൾക്കെതിരെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നും പറഞ്ഞിട്ട്, അതായത് തൻ്റെ കൂടെ നിൽക്കുന്ന പാവങ്ങളെയും പിടിച്ചിട്ട് ഒരുമാതിരി ഇട്ട് കൊടുത്തിട്ട് അവരെ മുമ്പിൽ നിർത്തിയിട്ട് ഞാനും ഇതിൻ്റെ പുറകിൽ നിന്നിട്ട് ഈ നമ്മൾ മാജിക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാസ്ക് വെച്ചിട്ട് അതിൻ്റെ പുറകിനകത്ത് നിന്നിട്ട് കളിക്കൂലേ, അതേപോലത്തെ പരിപാടി തന്നെയാണ് പുള്ളി ഇപ്പം ഈ കാണിച്ചിട്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ ഒരു വിഷയം, അതായത് ഈ ഒരു വിഷയമൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഈ പെണ്ണ് കേസിൻ്റെ പുറത്താണ് ഷിഹാബിനെ അവിടെ നിന്ന് പുറത്താക്കിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു വിഷയം, അതുമാത്രമല്ല ഷിഹാബിനെ അവിടെ നിന്ന് പുറത്താക്കിയതാണെന്ന് തന്നെ വിചാരിച്ചോ. ഇപ്പം ഷിഹാബ് ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ ഷിഹാബിനെ അവിടെ നിന്ന് പുറത്താക്കിയതല്ല. ഷിഹാബിൻ്റെ ഇഷ്ടത്തോടെ അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുള്ളി അവിടെ നിന്ന് പോയി. അപ്പം പോവാൻ നേരത്ത് അപ്പം ഇവർക്കാണെങ്കിൽ അത് ഷിഹാബിനെ പുറത്താക്കിയെന്നുള്ള രീതിക്ക് ആക്കി തീർക്കണം. അപ്പം അതിനു വേണ്ടി കളിക്കുന്ന ഓരോ കളികൾ. അപ്പം അതൊക്കെയാണ് ഷിഹാബ് ഇവിടെ പറഞ്ഞത്. അപ്പം ഈ ഒരു കേസ് ഷിഹാബിനെ അവിടെ നിന്ന് പുറത്താക്കിയതാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഇത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി വന്ന്, അതായത് മാജിക് പ്ലാന്റിൽ ഒരു പരിപാടി വന്നു. അപ്പം അതിനകത്തേക്ക് നമ്മൾ ഷിഹാബിനെ ക്ഷണിച്ചുകൊണ്ട് ഇവർ ലെറ്റർ അയച്ചേക്കുകയാണ്, അതായത് മാജിക് പ്ലാന്റിന്റെ ഭാഗത്തു നിന്ന്. അപ്പം ആ ലെറ്ററും കൂടെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം ഇങ്ങനത്തെ അതായത് അവിടെ നിന്ന് പുറത്താക്കിയ ഒരാളെ ഇത്രയും, അതായത് പെണ്ണ് കേസിന്റെ പേരിൽ അനിയൻ പെണ്ണ് കേസിലുള്ളതുകൊണ്ട് പുറത്താക്കിയ ഒരാളെ ഇവർ പിന്നെ ക്ഷണിക്കുമോ? നിങ്ങൾ ലോജിക്ക് വെച്ച് ചിന്തിച്ച് നോക്കിയോ, ഇവർ പിന്നെ ക്ഷണിക്കുമോ? അപ്പം ഇത്രയും, അതായത് നിങ്ങളുടെ ഓരോ കള്ളക്കളികളും പൊളിഞ്ഞേണ്ടിയിരിക്കുകയാണ് മുതുകാടെ. അപ്പം എനിക്ക് ഇത്ര പറയാം. പിന്നെ ഇത് ഇപ്പം നമ്മുടെ ഷിഹാബിന് ബാക്കി പറയാനുള്ളതും കൂടെ ഒന്ന് കേട്ടോ. ശൈലജ ടീച്ചറും ഡോക്ടർ ആശീൽ സാറും പറഞ്ഞത് പ്രകാരം നിങ്ങൾ പറഞ്ഞു വിടുന്നുള്ള കോൾ റെക്കോർഡിങ്ങൾ കേട്ടല്ലോ. എന്നാൽ അതിലവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് DAS വരാം, കാരണം ഞാനൊരു പ്രശ്നക്കാരനല്ലാന്ന് അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് ഉണ്ടാക്കിയ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. എന്നാൽ അതിൽ വേറൊരു കള്ളത്തരം കൂടിയുണ്ട്. ഈ പറയുന്ന 6/10/2018 ഞാൻ കാരണം മുടങ്ങിയതും ഇത്ര പ്രശ്നം ഉണ്ടാക്കിയതുമാണെങ്കിൽ ഇത് നിങ്ങൾ നോട്ട് ചെയ്തല്ലോ. അതിനുശേഷം വരുന്ന ഒക്ടോബർ 31 വരുന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള കത്ത് കൂടി ഞാൻ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ഞാൻ അന്ന് ഉണ്ടാക്കിയൊരു വ്യക്തിയാണെങ്കിൽ ഇവരിങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഷിഹാബ് ചോദിച്ച ആ ചോദ്യം വാലിഡ് ആട്ടാ. കാര്യം ഇങ്ങനെ പുറത്താക്കിയ ഒരാളെ പിന്നെ എന്തിനു ഇവര് വിളിക്കണം? അതും പിന്നെ അത് മാത്രമല്ല, ഇവർ പറയുന്നുണ്ട് വേറെ ജോലിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിയാക്കി തരാം എന്നുള്ള രീതിക്ക് ഇവർ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും, അതായത് നിങ്ങൾ ഇത് എവിടെ നിന്നാണ് ഈ ഒരു പ്രശ്നമൊക്കെ തുടങ്ങിയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. അതായത് പുള്ളിക്കാരൻ്റെ ഒരു മിസ്ബിഹേവിയർ, അതായത് ഒരു മര്യാദ, അവരുടെ അടുത്തുള്ള പെരുമാറ്റത്തിന്റെ ഒരു പ്രശ്നം, അതായത് നിങ്ങളുടെ ഇതേപോലത്തെ ഒരു കൊച്ചു എനിക്കില്ല എന്നുള്ള രീതിക്ക് മുതുകാട് സംസാരിച്ചതെന്ന് ആ ഒരു വിഷയത്തിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയത്. എന്നിട്ട് ഇപ്പം അത് എവിടെയാണ് എത്തി നിൽക്കണേന്നും കൂടെ നോക്കണോട്ടെ. അതായത് ഈ അമ്മമാരെ വെച്ചിട്ട്, അതായത് അവർക്ക് വേറെ വഴിയില്ല, അവർക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ അമ്മമാരെ ബ്ലെയിം ചെയ്തിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമില്ല. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള മാസ്റ്റർ ബ്രെയിനെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് ഈ അമ്മമാർ ജസ്റ്റ് അവർക്ക് ഇതല്ലാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ വന്നെന്ന് പറയണതാണ്. അപ്പം ഇങ്ങനെ ഇത്രയും ചീപ്പാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്, ഈ മുതുകാടിനോടാണെങ്കിലും അവരുടെ ആ ടീമിനോടാണെങ്കിലും. അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഈ വിഷയത്തിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.